ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ട്രീസ് എന്താണെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. ട്രീ എന്ന് പറഞ്ഞാൽ അസൈക്ലിക് ആയിട്ടുള്ള കണക്റ്റഡ് ഗ്രാഫിനെയാണ് നമ്മൾ ട്രീ എന്ന് പറഞ്ഞിരുന്നത്. അതായത് അസൈക്ലിക് എന്ന് പറഞ്ഞാൽ സൈക്കിൾസ് ഉണ്ടാവാൻ പാടില്ല. അതേപോലെ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിൽ കമ്പോണൻസിൻ്റെ എണ്ണം 1 ആവണം. സോ അത്തരത്തിലുള്ള ഗ്രാഫിനെയാണ് നമ്മൾ ട്രീസ് എന്ന് പറഞ്ഞിരുന്നത്. അതിന് ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതേപോലെ 2 തിയറംസ് പറഞ്ഞിരുന്നു. ട്രീയിൽ എനി 2 വെർട്ടീസസ് ആർ കണക്റ്റഡ് ബൈ എ യുണീക്ക് പാത്ത്. ട്രീയിലുള്ള ഏതെങ്കിലും 2 വെർട്ടീസസ് ഒരു യുണീക്ക് പാത്തുമായി ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ മറ്റൊരു തിയറം നമ്മൾ പറഞ്ഞിരുന്നത് ഇഫ് ജി ഈസ് എ ട്രീ ദെൻ എപ്സിലോൺ ഈസ് ഈക്വൽ ടു v-1. അതായത് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വെർട്ടിസസ് -1. അതായത് വെർട്ടിസസിൻ്റെ എണ്ണത്തിൽ നിന്നും 1 കുറച്ചതായിരിക്കും ട്രീസിലെ എഡ്ജസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അങ്ങനെ ആ 2 തിയറംസും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊറോളറിയാണ് പറഞ്ഞിരുന്നത്. എവറി നോൺ ട്രിവിയൽ ട്രീ ഹാസ് അറ്റ്ലീസ്റ്റ് 2 വെർട്ടിസസ് ഓഫ് ഡിഗ്രി 1. അതായത് ഏതൊരു നോൺ ട്രിവിയൽ ട്രീസിലും അറ്റ്ലീസ്റ്റ് 2 വെർട്ടിസസെങ്കിലും ഒരു വെർട്ടിസസിനെങ്കിലും ഡിഗ്രി 1 ആയിട്ട് വരും. 2 വെർട്ടിസസെങ്കിലും ഡിഗ്രി 1 ആയി വരുന്നത് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരുന്നത് ആ കൊറോളറി വെച്ച്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് കട്ട് എഡ്ജ് എന്ന് നോക്കാം. കട്ട് എഡ്ജ് ആൻഡ് ബോൺസ്. ഫസ്റ്റ് നമുക്ക് എന്താണ് കട്ട് എഡ്ജ് എന്ന് നോക്കാം. എ കട്ട് എഡ്ജ് ഓഫ് ജി ഈസ് ആൻ എഡ്ജ് ഇ സച്ച് ദാറ്റ് ഒമേഗ ഓഫ് ജി മൈനസ് ഇ ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ ഓഫ് ജി. ഒരു ഗ്രാഫ് ജിയുടെ ഒരു എഡ്ജ് ഇനെ കട്ട് എഡ്ജ് എന്ന് എപ്പോഴാണ് പറയാന്ന് വെച്ചാൽ കണ്ടീഷൻ ഇതാണ്: ഒമേഗ ഓഫ് ജി മൈനസ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ ഓഫ് ജി. എന്തായിരുന്നു ഒമേഗ? കമ്പോണൻസിൻ്റെ എണ്ണത്തിനെയാണ് ഒമേഗ എന്ന് ഡിനോട്ട് ചെയ്തിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യമാണത്. നോക്കുക, ഇത്തരത്തിലൊരു ഗ്രാഫ് ഉണ്ടെങ്കിൽ ഇവിടെ ഒമേഗ എന്ന് പറയുന്നത്, അതായത് ഈ ഗ്രാഫിൻ്റെ കമ്പോണൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇതൊരു കമ്പോണൻ്റ് ആണ്, അതേപോലെ ഇതൊരു കമ്പോണൻ്റ് ആണ്. സോ ഈ ഗ്രാഫ് ജി ആണെങ്കിൽ ഇവിടെ ഒമേഗ ഓഫ് ജി എന്ന് പറയുന്നത് എന്താണ്? 2 ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ 2 കമ്പോണൻസ് ആണ് ഉള്ളത്. ഇതാണ് കമ്പോണൻ്റ് എന്നുള്ള ഐഡിയ. ഇനി ഈ ഗ്രാഫിൽ ഈ ഒരു എഡ്ജ് ഇല്ലയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കമ്പോണൻസ് ആയി മാറും? ഒരു കമ്പോണൻറ്റ്, ഇത് 2ാമത്തെ കമ്പോണൻറ്റ്, ഇത് 3ാമത്തെ കമ്പോണൻറ്റ്. സോ 3 കമ്പോണൻസ് ആവും. സോ ഈ ഗ്രാഫിൻ്റെ ഒമേഗ ഓഫ് ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയി മാറും. എപ്പോൾ? ഇവിടെയുള്ള ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഒരു എഡ്ജിൻ്റെ എണ്ണം, ഒരു എഡ്ജ് റിമൂവ് ചെയ്തപ്പോൾ കമ്പോണൻസിൻ്റെ എണ്ണം കൂടിയില്ലേ? ദാറ്റ് ഈസ് നമ്മൾ റിമൂവ് ചെയ്ത ഈ എഡ്ജിനായിരുന്നു നമ്മൾ ഇ എന്ന് എടുത്തിരുന്നത് എങ്കിൽ ഇവിടെ ഒമേഗ ഓഫ് ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ജി എന്ന് പറയുന്നത് ഈ എടുത്തുള്ളപ്പോഴുള്ള കമ്പോണൻസിൻ്റെ എണ്ണം 2 ആണ്. അതേപോലെ ഒമേഗ ഓഫ് ജി മൈനസ് ഇ എന്തായിരിക്കും? അതായത് എന്നുള്ള ഈ എഡ്ജ് റിമൂവ് ചെയ്തപ്പം ഈ ഗ്രാഫിലുള്ള കമ്പോണൻസിൻ്റെ എണ്ണം എന്തായി? 3 ആയി മാറി അല്ലേ? ക്ലിയർ ആയല്ലോ? ഈ എഡ്ജ് ഉണ്ടായപ്പോൾ നമുക്ക് കിട്ടിയിരുന്നത് 2 ആണ്. അതേപോലെ ഈ എഡ്ജ് റിമൂവ് ചെയ്തപ്പോൾ നമുക്ക് കമ്പോണൻസിൻ്റെ എണ്ണം 3 ആയി മാറി. അതായത് കമ്പോണൻസിൻ്റെ എണ്ണം കൂടി. സോ ദാറ്റ് ഈസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ദാറ്റ് ഈസ് ഒമേഗ ഓഫ് ജി മൈനസ് ഇ ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ ഓഫ് ജി മൈനസ് 3 എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. ദാറ്റ്സ് ഗ്രേറ്റർ ദാൻ ഒമേഗ ഓഫ് ജി, ദാറ്റ് ഈസ് 2. സോ ഒമേഗ ഓഫ് ജി മൈനസ് ഇ ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ ഓഫ് ജി എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ എഡ്ജിനെ നമുക്ക് കട്ട് എഡ്ജ് എന്ന് പറയാൻ പറ്റും. അതായത് ഒരു എഡ്ജിനെ കട്ട് എഡ്ജ് എന്ന് പറയണമെങ്കിൽ ആ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫിൻ്റെ കമ്പോണൻസിൻ്റെ എണ്ണം കൂടണം. അങ്ങനെയാണെങ്കിൽ ആ എഡ്ജിനെ നമ്മൾ കട്ട് എഡ്ജ് എന്ന് പറയും. കട്ട് എഡ്ജ് എന്നുള്ള ഐഡിയ മനസ്സിലായോ? ഈ ഗ്രാഫ് നോക്കുക. ഈ ഗ്രാഫിൽ നമ്മൾ ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക? ഇവിടെ ഇത് മാത്രം ഒരു കമ്പോണൻറ്റും ബാക്കി ഈ ഒരൊറ്റ ഗ്രാഫ് ഒരു കമ്പോണൻറ്റുമായി മാറും അല്ലേ? സോ ഇവിടെ ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്തതും കൊണ്ട് കമ്പോണൻസിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. സോ ഇതൊരു കട്ട് എഡ്ജാണ്.
ഇനി നെക്സ്റ്റ് ഈ ഒരു എഡ്ജാണ് റിമൂവ് ചെയ്യുന്നത് എന്ന് സങ്കല്പിക്കുക. ദെൻ ഇവിടെ കമ്പോണൻസിൻ്റെ എണ്ണം കൂടുന്നുണ്ടോ? ഇതൊരു കമ്പോണൻറ്റും അതേപോലെ ബാക്കി വരുന്ന ഇത് ഒരു കമ്പോണൻറ്റുമായി മാറും അല്ലേ? അപ്പം ഇതിൽ ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്തത് കൊണ്ട് കമ്പോണൻസിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. സോ ഇതും കട്ട് എഡ്ജാണ്. ഇനി നെക്സ്റ്റ് ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് നോക്കാം. ഈ എഡ്ജ് റിമൂവ് ചെയ്താൽ എന്താ സംഭവിക്കുക? കമ്പോണൻസിൻ്റെ എണ്ണം ഇതൊരു കമ്പോണൻറ്റും അതേപോലെ ഇതൊരു കമ്പോണൻറ്റുമായി മാറും. സോ ഇവിടെ കമ്പോണൻസിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. സോ ഇതും ഒരു കട്ട് എഡ്ജാണ്. അപ്പോൾ ഇവിടെ 3 കട്ട് എഡ്ജാണ് ഉള്ളത്. ബാക്കി ഏതെങ്കിലും റിമൂവ് ചെയ്താൽ കമ്പോണൻസിൻ്റെ എണ്ണം കൂടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ കമ്പോണൻസിൻ്റെ എണ്ണം കൂടുമോ? ഇല്ല, കാരണം ഇത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെയും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതെന്താവില്ല, കമ്പോണൻസിൻ്റെ എണ്ണം കൂടുന്നില്ല. അതേപോലെ വേറെ ഏതെങ്കിലും എഡ്ജ് റിമൂവ് ചെയ്ത് നോക്കാം. ഇത് റിമൂവ് ചെയ്തത് കൊണ്ട് കമ്പോണൻസിൻ്റെ എണ്ണം കൂടുമോ? ഇല്ല അല്ലേ? സോ ഈ ഒരു ഗ്രാഫിൽ 3 കട്ട് എഡ്ജാണ് ഉള്ളത്. അപ്പോൾ ഏത് എഡ്ജിനെ റിമൂവ് ചെയ്യുമ്പോഴാണോ ഗ്രാഫിലെ കമ്പോണൻസിൻ്റെ എണ്ണം കൂടുന്നത് അത്തരം എഡ്ജിനെയാണ് കട്ട് എഡ്ജ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഒരു തിയറം നോക്കുകയല്ലേ. കട്ട് എഡ്ജ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. തിയറം ഏതാണ്? An edge E of G is a cut edge of G if and only if E is contained in no cycle of G. ഒരു ഗ്രാഫ് ജിയിലെ എഡ്ജ് ഇ എന്നത് ഒരു കട്ട് എഡ്ജ് ആണെങ്കിൽ ആ എഡ്ജ് ഗ്രാഫിൻ്റെ സൈക്കിളിൽ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ തിരിച്ചും പറയാം, ഒരു ഗ്രാഫിൻ്റെ സൈക്കിളിൽ ഇല്ലാത്തൊരു എഡ്ജ് ആണ് ഇ എങ്കിൽ അതൊരു കട്ട് എഡ്ജ് ആയിരിക്കും. ഇതാണ് തിയറം പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഗ്രാഫ് കൺസിഡർ ചെയ്യാം. ഈ ഗ്രാഫിൽ ഒരു സൈക്കിൾ എടുക്കുകയാണെങ്കിൽ, സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ വെർട്ടെക്സിൽ തന്നെ അവസാനിക്കും. അതിൽ ഒരു വെർട്ടെക്സോ എഡ്ജോ ഒന്നും റിപ്പീറ്റ് ചെയ്യാനും പാടില്ല. അത്തരത്തിലുള്ള ഒരു വാക്കിനെയാണ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ട്രയലിനെയാണ് സൈക്കിൾ എന്ന് പറയാം. സോ ഇവിടെ നോക്കുക, ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാ ഇങ്ങനെ ആ വെർട്ടെക്സിലേക്ക് തന്നെ എത്താം. ഒരു വെർട്ടെക്സും ഒരു എഡ്ജും എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതേപോലെ ഈ വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതന്നെയല്ല നമ്മൾ നേരത്തെ നോക്കി, ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് ഇങ്ങനെ തിരിച്ചെത്താം. സോ ഇതൊരു സൈക്കിളാണ്. ഇനി നമ്മൾ നോക്കുക, ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ആ വെർട്ടെക്സിലേക്ക് തന്നെ തിരിച്ചെത്താൻ പറ്റുമോ നോക്കുക? ഇല്ല അല്ലേ? ഇവിടെ വരെ എത്തുള്ളൂ. പിന്നെ നമുക്ക് എഡ്ജ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഒരു എഡ്ജ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. സോ ഇവിടെയുള്ള സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. ഈ സൈക്കിളിൽ ഇല്ലാത്തൊരു എഡ്ജ് അല്ലേ ഇത്? സോ ഇതൊരു കട്ട് എഡ്ജാണെന്ന് പറയുന്നത്. അതായത് ഈ എഡ്ജ് റിമൂവ് ചെയ്താൽ കമ്പോണൻസിൻ്റെ എണ്ണം കൂടുമെന്ന് പറയുന്നുണ്ട്. സോ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് റിമൂവ് ചെയ്തു. സോ നോക്കൂ, ഇതൊരു കമ്പോണൻ്റായി, അതേപോലെ ഇതൊരു കമ്പോണൻ്റായി. സോ കമ്പോണൻസിൻ്റെ എണ്ണം എന്തായി? കൂടി. സോ ഇതൊരു കട്ട് എഡ്ജാണ്. സോ ഒരു ഗ്രാഫിൻ്റെ സൈക്കിളിൽ ഇല്ലാത്ത എഡ്ജ് കട്ട് എഡ്ജ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു എഡ്ജ് കട്ട് എഡ്ജ് ആണെങ്കിൽ അത് ആ ഗ്രാഫിൻ്റെ സൈക്കിളിൽ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ തിയറം എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമുക്കിതിൻ്റെ പ്രൂഫ് ഡിസ്കസ് ചെയ്യാം. പ്രൂഫിൽ നമുക്ക് ഫസ്റ്റ് ലെറ്റ് ഇ ബി എ കട്ട് എഡ്ജ് ഓഫ് ജി എന്ന് സപ്പോസ് ചെയ്യാം. എന്ന് നമുക്ക് എന്ത് കിട്ടണം? ഈ കണ്ടെയ്ൻ ഇൻ നോ സൈക്കിൾ ഓഫ് ജി എന്ന് പ്രൂവ് ചെയ്യണം. സോ പ്രൂഫ് ലെറ്റ് ഇ ബി എ കട്ട് എഡ്ജ് ഓഫ് ജി. ജിയുടെ കട്ട് എഡ്ജാണ് ഇ എന്ന് സപ്പോസ് ചെയ്യാം. ദെൻ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഇ ഈസ് കണ്ടെയ്നിങ് ഇൻ നോ സൈക്കിൾ ഓഫ് ജി. അതായത് ഇ എന്ന എഡ്ജ് ജിയുടെ സൈക്കിളിൽ ഉണ്ടാവില്ല. എക്സാമ്പിളായിട്ട് ഈ ഗ്രാഫ് തന്നെ എടുക്കാം. നമ്മൾ പറഞ്ഞു ഇ എന്നുള്ളത്, അതായത് നമ്മൾ സപ്പോസ് ചെയ്തിട്ടുള്ള എന്താണ്? ഇ എന്നുള്ളത് ജിയുടെ ഒരു കട്ട് എഡ്ജ് ആണെന്ന് പറഞ്ഞു. സോ കട്ട് എഡ്ജ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? നമ്മൾ പറഞ്ഞു കട്ട് എഡ്ജ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഒമേഗ ഓഫ് ജി മൈനസ് ഇ ഗ്രേറ്റർ ദാൻ ഒമേഗ ഓഫ് ജി. അങ്ങനെ ആവുമ്പോഴാണ് ഇ എന്നുള്ള എഡ്ജിനെ നമ്മൾ കട്ട് എഡ്ജ് ആണെന്ന് പറയാം. സോ നമ്മളിവിടെ സപ്പോസ് ചെയ്തിട്ടുള്ളത് എന്താണ്? ഇ ബി എ കട്ട് എഡ്ജ് ഓഫ് ജി. ദെർഫോർ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഇംപ്ലൈസ് ഒമേഗ ഓഫ് ജി മൈനസ് ഇ. ഈ റിമൂവ് ചെയ്യുമ്പോഴുള്ള ഗ്രാഫിൻ്റെ കമ്പോണൻസിൻ്റെ എണ്ണം ഈ റിമൂവ് ചെയ്യുന്നതിന് മുമ്പുള്ള ഗ്രാഫിൻ്റെ കമ്പോണൻസിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ഒമേഗ ഓഫ് ജി മൈനസ് ഇ ഗ്രേറ്റർ ദാൻ ഒമേഗ ഓഫ് ജി ബൈ ഡെഫിനിഷൻ ഓഫ് കട്ട് എഡ്ജ്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രാഫിൽ നോക്കുക,
ഈ റിമൂവ് ചെയ്യുമ്പോൾ, അതായത് ഇതിൽ നമ്മൾ പറഞ്ഞു ഈ റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ഈ റിമൂവ് ചെയ്യുമ്പോൾ, അതായത് ജിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് വെർട്ടെക്സ് ജി മൈനസ് ഇയിൽ ഈ റിമൂവ് ചെയ്യുമ്പോൾ ഡിസ്കണക്റ്റ് ആയിട്ടുള്ള രണ്ട് വെർട്ടെക്സ് ഉണ്ടാവും. അതായത് there exist vertices u and v of G that are connected in G but not in G minus E. അതായത് ഈ ഒരു ഗ്രാഫ് നമ്മൾ പറഞ്ഞില്ലേ, ഈ ഗ്രാഫിൽ നമ്മൾ ഈ എഡ്ജ് ഇ ആണെങ്കിൽ, ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ജി എന്നുള്ള ഗ്രാഫാണ്. അങ്ങനെയാണെങ്കിൽ ഈ എഡ്ജ് റിമൂവ് ചെയ്താൽ ജി മൈനസ് ഇ എന്നുള്ള ഗ്രാഫ് എങ്ങനെയായിരിക്കും അന്ന് വരച്ച് നോക്കാം. ഇങ്ങനെയായിരിക്കും ഈ മൈനസ് ചെയ്തിട്ടുള്ള ജി എന്നുള്ള ഗ്രാഫ്, അതായത് ജി മൈനസ് ഇ എന്നുള്ള ഗ്രാഫ്. ഇതിൽ യു വി എന്നുള്ള രണ്ട് വെർട്ടെക്സുകൾ ഉണ്ടാവും. ജിയിൽ കണക്റ്റഡ് ആയിരിക്കും, എന്നാൽ ജി മൈനസ് ഇയിൽ കണക്റ്റഡ് ആയിരിക്കില്ല. അത് ഏതൊക്കെയായിരിക്കും? ഇത് യുവും ഇത് വിയും ആണെന്ന് വിചാരിക്കുക. ഇത് യു, ഇത് വി. ദെൻ അത് ജിയിൽ കണക്റ്റഡ് ആണല്ലോ, ജി മൈനസ് ഇയിൽ അത് കണക്റ്റഡും അല്ല. അത്തരത്തിലുള്ള രണ്ട് വെർട്ടെക്സുകൾ അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ദഫോ നമുക്കിവിടെ ജി എന്നുള്ള ഒരു ഗ്രാഫിൽ യു വി എന്നുള്ള രണ്ട് വെർട്ടെക്സ് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാത്ത് നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി സപ്പോസ് ഇവിടെ ഈ ജി എന്നുള്ള ഗ്രാഫിൽ യു ഇവിടെയാണെന്ന് യു എന്നുള്ളത് അവിടെ തന്നെ, അതേപോലെ വി എന്നുള്ള വെർട്ടെക്സ് ഇവിടെയാണെന്ന് വിചാരിക്കും. അതേപോലെ ജി മൈനസ് ഇ എന്നുള്ള ഗ്രാഫിൽ വി എന്നുള്ള വെർട്ടെക്സ് ഇവിടെയാണെന്ന് വിചാരിക്കും. ഇപ്പോഴും നമ്മൾ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. അതായത് യു ജിയിൽ കണക്റ്റഡ് ആണ് യുവും വിയും, അതേപോലെ ജി മൈനസ് ഇയിൽ യുവും വിയും കണക്റ്റഡ് അല്ല. അതായത് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ ജി എന്നുള്ള ഗ്രാഫിൽ യുവും വിയും കണക്റ്റഡ് ആണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ എന്താണ് മീൻ ചെയ്യുന്നത്, അവിടെ നമുക്കൊരു പാത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. യു വി പാത്ത് നമുക്കവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ആ പാത്ത് പി ഈസ് ഈക്വൽ ടു യുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വിയിൽ എൻഡ് ചെയ്യുന്ന ഒരു പാത്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇ ആണ്, ആൻഡ് ഇവിടെയുള്ള വെർട്ടെക്സ് നമുക്ക് ഡബ്ല്യു എന്നാണെന്ന് വിചാരിക്കാം. അതേപോലെ ഈ എഡ്ജ് നമുക്ക് E1 ആണെന്ന് വിചാരിക്കാം. സോ നമ്മൾ പാത്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ യു ഇ ഡബ്ല്യു E1 വി ഇങ്ങനെയായിരിക്കും അല്ലേ. സോ യു ഇ ഡബ്ല്യു E1 ആൻഡ് വി, ഇങ്ങനൊരു പാത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് യുവും വിയും കണക്റ്റഡ് ആണെങ്കിൽ. That is, there is some UV path in G which necessarily traverse E. അതായത് ഇയിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു യു വി പാത്ത് നമുക്കവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഏതിൽ? ജി എന്നുള്ള ഗ്രാഫിൽ. ഇനി സപ്പോസ് ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ ദ എൻഡ്സ് ഓഫ് ഇ ആൻഡ് ദാറ്റ് എക്സ് പ്രിസീഡ്സ് വൈ ഓൺ പി. അതായത് എക്സ് വൈ എന്നുള്ളത് ഇയുടെ രണ്ട് എൻഡ്സുകളാണെന്ന് വിചാരിക്കുക. അതായത് ഇ എന്നുള്ള ഇതിൻ്റെ എഡ്ജിൻ്റെ രണ്ട് എൻഡ്സുകളാണ് എക്സും വൈയും. അതായത് ഇവിടെ എക്സ് വൈ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ എക്സ് പ്രിസീഡ്സ് വൈ ഓൺ പി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സ് ആയിരിക്കും, പിന്നെ വൈ ആയിരിക്കും പിയിൽ എന്നാണ് പറയുന്നത്. സോ യു എന്നുള്ളത് എക്സും ആണ്, അതേപോലെ ഡബ്ല്യു നമ്മൾ ഈ പാത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് വൈയു ആയിരിക്കും. അതാണ് എക്സ് പ്രിസീഡ്സ് വൈ ഓൺ പി എന്ന് പറയുന്നത്. അതായത് പി എന്നുള്ള പാത്തിൽ യുവിൻ്റെ സ്ഥാനത്ത് എക്സും ഡബ്ല്യുയുടെ സ്ഥാനത്തായിരിക്കും വൈ വരിക എന്നാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ജി മൈനസ് ഇ എന്ന ഗ്രാഫിൽ യു ഈസ് കണക്റ്റഡ് ടു എക്സ് എന്ന് പറയാം. കാരണം യു തന്നെയാണ് എക്സ്. ഓക്കെ, കാരണം യു എന്നുള്ള സംഭവം തന്നെയാണ് എക്സ് എന്ന് നമുക്കറിയാം. സോ ജി മൈനസ് ഇ എന്ന ഗ്രാഫിൽ യു ഈസ് കണക്റ്റഡ് ടു എക്സ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയിടുന്നത് എന്തായിരുന്നു? കണക്ഷൻ ഈസ് എ ഇക്വാലൻസ് റിലേഷൻ. കഴിഞ്ഞ വീഡിയോ അല്ല, അതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇക്വാലൻസ് റിലേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ഒരു വെർട്ടെക്സ് സെറ്റിൽ ഇക്വാലൻസ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ്സ് ഒബേ റിഫ്ലെക്സീവ് ആൻഡ് സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടീസ്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു വെർട്ടെക്സ് അതിന് തന്നെ കണക്റ്റഡ് ആയിരിക്കും.
സോ യു എന്ന് പറയുന്നതും എക്സ് എന്ന് പറയുന്നതും സെയിം വെർട്ടെക്സ് ആയതുകൊണ്ട് തന്നെ എന്ത് പറയാം, ഇൻ ജി മൈനസ് ഇ യു ഈസ് കണക്റ്റഡ് ടു എക്സ് ബൈ എ സെക്ഷൻ ഓഫ് പി. ഓക്കെ, ആൻഡ് വൈ ഈസ് കണക്റ്റഡ് ടു വി ബൈ എ സെക്ഷൻ ഓഫ് പി. അതായത് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും വൈ എന്നുള്ളത് വി യു ആയിട്ട് കണക്റ്റഡ് ആണ്. പിയിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും വൈ എന്നുള്ളത് വി യു ആയിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്, ജി മൈനസ് ഇ എന്ന ഗ്രാഫിൽ യുവും എക്സും കണക്റ്റഡ് ആണ്. ഇൻ ജി മൈനസ് ഇ യു ഈസ് കണക്റ്റഡ് ടു എക്സ് ബൈ സെക്ഷൻ ഓഫ് പി ആൻഡ് വൈ ഈസ് കണക്റ്റഡ് ടു വി ബൈ സെക്ഷൻ ഓഫ് പി. അതായത് യുവും എക്സും കണക്റ്റഡ് ആണ്, വൈയും വിയും കണക്റ്റഡ് ആണ്. എന്നാൽ യുവും വിയും കണക്റ്റഡ് ആവില്ല. കാരണം യുവും വിയും കണക്റ്റഡ് ആവാത്ത എന്താണ്, അതൊരു കട്ട് എഡ്ജ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ രണ്ട് സംഭവങ്ങളും ഓർത്ത് വെക്കുക. അതായത് യു ഈസ് കണക്റ്റഡ് ടു എക്സും വൈ ഈസ് കണക്റ്റഡ് ടു വിയും ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മൾ എന്തായിരുന്നു സപ്പോസ് ചെയ്തിരുന്നത്, ഇ ബി എ കട്ട് എഡ്ജ് ഓഫ് ജി എന്നാണ്. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ഈ എന്നുള്ള എഡ്ജ് ഈ ഗ്രാഫ് ജിയിലെ സൈക്കിളിൽ ഇല്ല. സപ്പോസ് ഈ എന്ന എഡ്ജ് ഇവിടെ സൈക്കിളായിട്ടുള്ള ഈ സൈക്കിള് സിയിലാണ് ഉള്ളതെങ്കിൽ എന്ന് വിചാരിക്കുക. സോ നമുക്ക് അപ്പം എന്ത് കിട്ടും, കോൺട്രഡിക്ഷൻ കിട്ടും. സോ കോൺട്രഡിക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എന്ന എഡ്ജ് ഈ സൈക്കിൾ സിയിലാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഇഫ് ഇ were in a cycle C, then x and y would be connected in G minus E by the path C minus E. ഈ എന്നുള്ള എഡ്ജ് ഈ സൈക്കിളാണ് ഉള്ളതെങ്കിൽ, മറ്റേ നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫ് എങ്ങനെയായിരുന്നു, ഈ ഗ്രാഫിലെ ഈ സൈക്കിളിലാണ്, ഇവിടെയല്ലേ സൈക്കിൾ എന്ന് പറയുന്നത്, ഈ സൈക്കിളിലാണ് ഈ ഉള്ളത് എങ്കിൽ നോക്കുക, അതായത് ആ സൈക്കിളിലുള്ള ഒരു എഡ്ജാണ് ഈ എങ്കിൽ ഈ റിമൂവ് ചെയ്യുകയാണെങ്കിലും നോക്കുക, ഈ റിമൂവ് ചെയ്താലും ഇതിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു, ഇതിൻ്റെ എൻസ് ആണ് എക്സും വൈയും. സോ എക്സും വൈയും ഇതിൻ്റെ എൻസ് ആണ്. സോ ഈ എന്നുള്ള എഡ്ജ് നമ്മളിവിടെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ എക്സും വൈയും ഈ സൈക്കിൾ സി ആണെങ്കിൽ സി മൈനസ് ഇ ആണല്ലോ ഇപ്പോൾ ഈ ഗ്രാഫ്. സോ സി മൈനസ് ഇ എന്നുള്ള ഈ ഗ്രാഫിലും എക്സും വൈയും കണക്റ്റഡ് ആവും. കണ്ടോ, ഇങ്ങനെ എക്സും വൈയും കണക്റ്റഡ് ആണ് ഈ വൈക്ക്. അതായത് സി മൈനസ് ഇ സിയിൽ നിന്നും ഈ റിമൂവ് ചെയ്താലും എന്താണ്, എക്സും വൈയും ഈ ഗ്രാഫിൽ കണക്റ്റഡ് ആവും. എപ്പോൾ എക്സ് വൈ എന്നുള്ള എൻസുള്ള ഈ കട്ടഡ്ജ് ആയിട്ടുള്ള ഇ എന്നുള്ളത് ഈ ഗ്രാഫിൻ്റെ സൈക്കിളാണ് ഉള്ളത് എങ്കിൽ. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്, ദസ് യു ആൻഡ് വി വുഡ് ബി കണക്റ്റഡ് ഇൻ ജി മൈനസ് ഇ. ഈ എന്നുള്ള എഡ്ജ് കട്ടെഡ്ജ് ഈ ഗ്രാഫിൻ്റെ സൈക്കിളിലാണ് ഉള്ളത് എങ്കിൽ നമ്മൾ ആ എഡ്ജ് റിമൂവ് ചെയ്താലും അതിൻ്റെ എൻസ് ആയിട്ടുള്ള എക്സും വൈയും കണക്റ്റഡ് ആവും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു, യു ഈസ് കണക്റ്റഡ് ടു എക്സും വൈയും കണക്റ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ എക്സ് ഈസ് കണക്റ്റഡ് ടു യു ആണ്, അതേപോലെ വൈ ഈസ് കണക്റ്റഡ് ടു വി ആണ്. അതായത് നമുക്കിവിടെ എഴുതാം, നമുക്കറിയാം എക്സ് ഈസ് കണക്റ്റഡ് ടു യു ആണ്, അതേപോലെ വൈ ഈസ് കണക്റ്റഡ് ടു വി ആണെന്ന് നമുക്കറിയാം. സോ എക്സും വൈയും വുഡ് ബി കണക്റ്റഡ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. എക്സും വൈയും കണക്റ്റഡ് ആണ്. ഏതിൽ, ജി മൈനസ് ഇയിൽ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അതായത് അത് ഇ എന്നുള്ളത് സൈക്കിളാണെങ്കിൽ നമുക്കറിയാം എക്സ് യുവിന് കണക്റ്റഡ് ആണ്, വൈ വിക്ക് കണക്റ്റഡ് ആണെങ്കിൽ ബൈ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി നമുക്ക് എന്ത് പറയാൻ പറ്റും, യു ഈസ് കണക്റ്റഡ് ടു വി എന്ന് പറയാൻ പറ്റും. എന്നാൽ നമ്മൾ യുവും വിയും എങ്ങനെയാണ് ചൂസ് ചെയ്തത് എന്ന് നോക്കുക. യുവും വിയും നമ്മൾ എങ്ങനെ ചൂസ് ചെയ്തത്, ദർ എക്സിസ്റ്റ് വെർട്ടിക്സസ് യു ആൻഡ് വി ഓഫ് ജി ദാറ്റ് ആർ കണക്റ്റഡ് ഇൻ ജി ബട്ട് നോട്ട് കണക്റ്റഡ് ഇൻ ജി മൈനസ് ഇ. ജി മൈനസ് ഇയിൽ കണക്റ്റഡ് ആവാത്ത യുവും വിയും ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, രണ്ട് വെർട്ടെക്സ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്, യുവും വിയും കണക്റ്റഡ് ആണെന്ന് കിട്ടി. സോ വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. Therefore, an edge E of G is a cut edge of G, then E is
contained in no cycle of G. Okay, hence the proof. ഇപ്പോൾ നമ്മൾ ഒരു പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യണം. അതായത് നമ്മൾ എന്ത് സപ്പോസ് ചെയ്യണം? E ഈസ് കണ്ടെയ്ൻഡ് ഇൻ നോ സൈക്കിൾ ഓഫ് G ആണെങ്കിൽ ഈ എന്താണ് ജിയുടെ ഒരു കട്ടഡ്ജ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കോൺവേഴ്സും പ്രൂവ് ചെയ്യണം. അതായത് ഇഫ് ആൻ എഡ്ജ് ഇ ഓഫ് ജി ഈസ് കണ്ടെയ്ൻഡ് ഇൻ നോ സൈക്കിൾ ഓഫ് ജി ദെൻ ഇ ഈസ് എ കട്ടഡ്ജ് ഓഫ് ജി. ഗ്രാഫിൻ്റെ സൈക്കിളിൽ ഇല്ലാത്തൊരു എഡ്ജാണ് ഇ എങ്കിൽ ആ ഇ ഒരു കട്ടഡ്ജ് ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. ഇത് നമുക്ക് മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ പറയാം, ഒരു എഡ്ജ് ഈ കട്ടെഡ്ജ് അല്ല എങ്കിൽ അത് ആ ഗ്രാഫിൻ്റെ സൈക്കിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ തിയറം കോൺവേഴ്സിലി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഒരു എഡ്ജ് ഈ കട്ടെഡ്ജ് അല്ല എങ്കിൽ അത് ആ ഗ്രാഫിൻ്റെ സൈക്കിളിൽ ഉണ്ടായിരിക്കുമെന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ കോൺവേഴ്സിലി സപ്പോസ് ദാറ്റ് ഇ ഈസ് നോട്ട് എ കട്ടെഡ്ജ് ഓഫ് ജി. എക്സാമ്പിളായിട്ട് ഈ ഗ്രാഫ് തന്നെ എടുക്കാം. നമ്മൾ എന്താണ് സപ്പോസ് ചെയ്തിട്ടുള്ളത്? ഇ ഈസ് നോട്ട് എ കട്ടെഡ്ജ് ഓഫ് ജി. അതായത് ജി എന്നുള്ള ഈ ഗ്രാഫിൻ്റെ കട്ടെഡ്ജ് അല്ല ഇ. അതുകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്താൽ എന്ത് പറ്റൂല? കമ്പോണൻസിൻ്റെ എണ്ണം കൂടാൻ പറ്റില്ല. സോ നമുക്ക് ഈ ഒരു എഡ്ജാണ് ഇ എന്ന് എടുക്കാം. ഓക്കെ, ഇത് കട്ടെഡ്ജ് അല്ലല്ലോ. എന്താണ് കട്ടെഡ്ജ് എന്ന് പറഞ്ഞാൽ അത് റിമൂവ് ചെയ്താൽ കമ്പോണൻസിൻ്റെ എണ്ണം കൂടണം. ഈ എഡ്ജ് ഈ റിമൂവ് ചെയ്തത് കൊണ്ട് ഇവിടെ കമ്പോണൻസിൻ്റെ എണ്ണം കൂടുന്നില്ല. ദോർഫോർ ഇത് കട്ടെഡ്ജ് അല്ല. ഓക്കെ, ദാറ്റ് ഈസ് ഒമേഗ ഓഫ് ജി മൈനസ് ഇ ഈസ് ഈക്വൽ ടു ഒമേഗ ഓഫ് ജി. രണ്ട് ഈ എന്നുള്ള എഡ്ജ് റിമൂവ് ചെയ്തുന്നത് കൊണ്ട് എന്തില്ല? നമ്മളെ കമ്പോണൻസിൻ്റെ എണ്ണം കൂടുന്നില്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈൻ്റെ എൻസ് എക്സും വൈയും ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് എന്ത് പറയാം? ഇ എന്നുള്ളത് ഒരു കട്ടെഡ്ജ് അല്ലാത്തത് കൊണ്ട് തന്നെ ദെൻ ദർ ഈസ് എൻ എക്സ് വൈ പാത്ത് ഇൻ ജി. അതായത് എക്സും വൈയും ജിയിൽ എക്സും വൈയും കണക്റ്റഡ് ആണ്. സോ നമുക്കിവിടെ ഒരു എക്സ് വൈ പാത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എക്സ് ഇ വൈ, അതായത് എക്സ് ഇ വൈ എന്നുള്ള ഒരു പാത്ത് നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് എക്സും വൈയും എന്താണ്? കണക്റ്റഡ് ആണ്. ആൻഡ് എക്സ് ആൻഡ് വൈ ആർ ഇൻ ദ സെയിം കമ്പോണൻറ്റ് ഓഫ് ജി. അതായത് ഇവിടെ ഈ എന്നുള്ള എഡ്ജ് കട്ടെഡ്ജ് അല്ലാത്തതുകൊണ്ട് തന്നെ ഈ റിമൂവ് ചെയ്യുകയാണെങ്കിൽ കൂടിയും ഇവിടെ കമ്പോണൻസിൻ്റെ എണ്ണം കൂടുക കുറയുക എന്ത് വ്യത്യാസമില്ല, ഒരു കമ്പോണൻ്റാണ് ഉള്ളത്. സോ എക്സും വൈയും സെയിം കമ്പോണൻറ്റിലാണ് ഉള്ളത്. ഓക്കെ, therefore it follows that x and y are in the same component of g minus e. അതായത് ഈ റിമൂവ് ചെയ്യുകയാണെങ്കിൽ കൂടിയും ജി മൈനസ് ഇയിൽ അതായത് ജിയിൽ എവിടെയാണോ എക്സും വൈയും ഉണ്ടായിരുന്നത് അതേ പ്ലേസിൽ തന്നെയായിരിക്കും ജി മൈനസ് ഇയിലും എന്തുണ്ടാവുക? എക്സും വൈയും, അതായത് സെയിം കമ്പോണൻറ്റിലായിരിക്കും ഉണ്ടാവുക. കാരണം ജി മൈനസ് ഇയിൽ കമ്പോണൻസിൻ്റെ എണ്ണം കൂടുന്നില്ല, കാരണം ഇ എന്നുള്ളത് കട്ടെഡ്ജ് അല്ല. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ആൻഡ് വൈ ആർ ഇൻ ദ സെയിം കമ്പോണൻറ്റ് ഓഫ് ജി മൈനസ് ഇ. ജീൻ്റെ സെയിം കമ്പോണൻറ്റിലാണ് എക്സും വൈയും ഉള്ളതെങ്കിൽ ജി മൈനസ് സിയിലെ സെയിം കമ്പോണൻറ്റിലായിരിക്കും എക്സും വൈയും ഉണ്ടായിരിക്കുക. ഇവിടെ ആ എഡ്ജ് റിമൂവ് ചെയ്തത് കൊണ്ട് കമ്പോണൻസിൻ്റെ എണ്ണം കൂടുന്നൊന്നുമില്ല. സോ സെയിം കമ്പോണൻ്റ് ആയിരിക്കും. എക്സാമ്പിളായിട്ട് ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ഇ എന്ന എഡ്ജ് റിമൂവ് ചെയ്താലും നോക്കുക, ഈ ഗ്രാഫ് ഇപ്പോൾ ജി മൈനസ് ഇ എന്നുള്ള ഗ്രാഫായി, കാരണം ഇ നമ്മൾ റിമൂവ് ചെയ്തു. സോ ഇവിടെ എക്സും വൈയും ഏതാണ്? ഇൻ്റെ എൻസ് ആയിരുന്നു എക്സും വൈയും. സോ ഈ കമ്പോണൻറ്റിൽ തന്നെയല്ലേ ഉള്ളത്, സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട്. അതായത് ഇ എന്നുള്ളത് റിമൂവ് ചെയ്തത് കൊണ്ട് എക്സും വൈയും മാറുന്നില്ല. ഹെൻസ് ദാറ്റ് ദർ ഈസ് ആൻ എക്സ് വൈ പാത്ത് പി ഇൻ ജി മൈനസ് ഇ. നമ്മൾ പറഞ്ഞു ഈ ഉള്ളപ്പം അവിടെ ഒരു പാത്ത് ഉണ്ടായിരുന്നു, എക്സ് ഇ വൈ സിമ്പിളായിട്ടുള്ള ഒരു പാത്ത് ഉണ്ടായിരുന്നു. ആൻഡ് ഈ റിമൂവ് ചെയ്താലും അതായത് ജി മൈനസ് ഇയിലും അവിടെ ഒരു പാത്ത് പി ഉണ്ടാവും. അതെങ്ങനെയായിരിക്കും? ഇതാ കണ്ടില്ലേ, എക്സ് പിന്നെ ഇങ്ങനെ, അതേപോലെ ഇവിടെ കണ്ടോ, ഇങ്ങനൊരു പാത്ത് നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലേ?
ഈ പാത്തിൽ എന്തുണ്ടാവില്ല, ഇ എന്നുള്ള എഡ്ജ് മാത്രം ഉണ്ടാവില്ല. അതായത് എക്സും വൈയും സെയിം കമ്പോണൻറ്റിലായതുകൊണ്ട് തന്നെ എക്സിൽ നിന്നും വൈയിലേക്ക് ഒരു പാത്ത് ജി മൈനസ് ഇയിലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലേ. അതാണ് നമ്മളിവിടെ ബ്ലൂ കളറിൽ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് എക്സിനെയും വൈനെയും കണക്ട് ചെയ്യുന്ന ജി മൈനസ് ഇയിൽ ഉള്ള ഒരു പാത്ത്, ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് പി ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സോ ഇത്തരത്തിൽ പി എന്ന പാത്ത് ജി മൈനസ് ഇയിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ബട്ട് ദ ഇ ഈസ് ഇൻ ദ സൈക്കിൾ പി പ്ലസ് ഇ ഓഫ് ജി. ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞു ജിയിലൊരു പാത്ത് ഉണ്ട്, അതായത് ഇ എന്നുള്ള ഒരു പാത്ത് ഉണ്ട്, എക്സും എക്സ് ഇ വൈ എന്നുള്ള ഒരു കണക്ട് ചെയ്യുന്ന പാത്ത് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു പി എന്നുള്ള ഒരു പാത്ത് ഉണ്ട്, എവിടെ ജി മൈനസ് ഇയിൽ എക്സും വൈയും കണക്ട് ചെയ്യുന്ന മറ്റൊരു പാത്ത് ഉണ്ട്. സോ ഇത് രണ്ടും ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് പി പ്ലസ് ബി, പി എന്ന പാത്തിൽ ഇ എന്ന എഡ്ജിനെയും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് പി പ്ലസ് ഇ, പി പ്ലസ് ഇ. അതായത് ഇവിടെ നമ്മൾ ഇ എന്നുള്ള എഡ്ജും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ പി പ്ലസ് ഇ എന്നത് ഒരു സൈക്കിളായി മാറും. ആ പി പ്ലസ് ഇ എന്ന സൈക്കിളിൽ ഇ ഉണ്ടാവുകയും ചെയ്യും. നോക്കുക, ഇവിടെ പി പ്ലസ് ഇ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ഈ ഒരു ട്രയാങ്കിളാണ് ഇവിടെ പി പ്ലസ് ഇ എന്ന് പറയുന്നത്. ഇതൊരു സൈക്കിളാണല്ലോ, ദാറ്റ് ഈസ് പി പ്ലസ് ഇ എന്നത് ഒരു സൈക്കിളാണ്, അതിൽ ഇ എന്ന എഡ്ജുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്താ കിട്ടിയത്, ഒരു എഡ്ജ് ഇ കട്ട് എഡ്ജ് അല്ല എങ്കിൽ ആ എഡ്ജ് സൈക്കിളിൽ ഉണ്ടായിരിക്കും. അതായത് സൈക്കിളിൽ ഇല്ലാത്തൊരു എഡ്ജാണ് ഇ എങ്കിൽ അതൊരു കട്ട് എഡ്ജ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇഫ് ആൻ എഡ്ജ് ഇ ഓഫ് ജി ഈസ് കണ്ടെയ്ൻഡ് ഇൻ നോ സൈക്കിൾ ഓഫ് ജി ദെൻ ഇ ഈസ് എ കട്ട് എഡ്ജ് ഓഫ് ജി. ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്, ഹെൻസ് ദ പ്രൂഫ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രൂഫ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. തിയർ എന്താണെന്ന് മനസ്സിലായില്ലേ? ആൻ എഡ്ജ് ഇ ഓഫ് ജി ഈസ് എ കട്ട് എഡ്ജ് ഓഫ് ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇ ഈസ് കണ്ടെയ്ൻഡ് ഇൻ നോ സൈക്കിൾ ഓഫ് ജി. ഈ തിയറം നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ അതിൻ്റെ പ്രൂഫും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ തിയറം യൂസ് ചെയ്തിട്ട് തന്നെ മറ്റൊരു തിയറം പ്രൂവ് ചെയ്യാനുണ്ട്. സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്